ഇന്ന് നമ്മൾ വലിയൊരു പരിപാടിയായിട്ട് വന്നേക്കുന്നത്. അതായത് നമ്മൾ ട്രാവൽ ചെയ്യാൻ പോവാണ്. അതായത് നമ്മൾ കണ്ണൂർ പോകണം, നമ്മുടെ നാട്ടിൽ പോവാണ്, കുടിയേറ്റക്കാരുടെ നാടായ കുടിയാൻമലയിലേക്ക്. അതെ, ചേട്ടൻ വന്നിട്ടുണ്ട്. ചേട്ടൻ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്. അല്ലബിന്റെ വന്നു, സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചേട്ടനുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇവിടുന്ന് വണ്ടി കയറുന്നു. നമ്മൾ ഇവിടുന്ന് ആദ്യം നമ്മുടെ ഒരു ഡീക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രദർ ഉണ്ട്. അപ്പൊ അങ്ങേറെ ഒരു അനുഗ്രഹമൊക്കെ കിട്ടി നമ്മൾ നേരെ കുടിയാൻമലയ്ക്ക് പോവാണ്. അപ്പൊ നമുക്ക് വിശേഷങ്ങളുണ്ട് കേട്ടോ. ഇതിനിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം ഓൺ ട്രാവലാണ് ചെയ്യാൻ പോകുന്നത്, അല്ല ബൈ റോഡ്. അപ്പൊ നമുക്ക് നേരെ ഡീക്കൻ അച്ഛനെ കാണാൻ വേണ്ടി പോവാം. അങ്ങനെ ഇതാണ് നമ്മുടെ അബിൻ ചേട്ടൻ. നമ്മളങ്ങനെ നേരെ അമ്പട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ അബിൻ ചേട്ടന്റെ വലിയൊരു കൂട്ടുകാരനാണ്. അപ്പൊ നമ്മൾ നേരെ ഡീക്കൻ അച്ഛനെ കാണുന്നു, അനുഗ്രഹം വാങ്ങിക്കുന്നു. നമ്മൾ നേരെ കണ്ണൂർക്ക് ഓൺ റോഡ് ട്രിപ്പാണ് പിടിക്കാൻ പോകുന്നത്. വിഷയമാണ് ഇന്ന്. നിങ്ങൾ പറഞ്ഞ ഈ ഡീക്കൻ ബ്രോ ഇതാട്ടോ, ഫ്ലെക്സ് കണ്ടോ? ഫ്ലെക്സ് പിള്ളേരൊക്കെ ഫ്ലെക്സ് വെച്ചപ്പോ അതൊന്ന് വായിക്കുമോ ഒന്ന്? ഇവിടേക്ക് വരുമ്പോൾ ഞങ്ങളുടെ ഒന്നുമല്ലായിരുന്നു, ഇവിടെ നിന്ന് പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരുമാണ്. ഞങ്ങൾ സ്വന്തം ബെർലിൻ ഡീക്കൻ യാത്രാമംഗളങ്ങളുടെ കുണ്ടുകാട് യൂണിറ്റ് വിഷയം മെമ്പർ ആട്ടോ. അതേ വരുന്നു ഡീക്കൻ. വാവ്, ഇത് നോക്ക് നമ്മുടെ പള്ളി ആട്ടോ, ഇത് വിഷയമാണ്. ഡീക്കൻ ബ്രോ ഹായ്. നമ്മുടെ ഈ ഫ്ലെക്സ് ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി ആള് ഭയങ്കര വിഷയമായിട്ടുള്ള മെമ്പറാണ്. അപ്പൊ ആളെ നമ്മൾ കണ്ട് നമുക്ക് അനുഗ്രഹം അവസാനം നമ്മള് പള്ളി വന്നു. അതാണ് ഇങ്ങനെയാണ് എന്നെ പണ്ടോട്ടി നിർമ്മിച്ചോണ്ടിരിക്കുക. നിർബന്ധിച്ചിട്ടില്ല, അത് ശരിയാ. പക്ഷെ നമ്മള് വന്നു അവസാനം നമ്മുടെ ബെർലിൻ ബ്രോനെ അവസാനമായിട്ട് കാണാൻ വന്നു. അത് നിങ്ങളെ ബ്ലോഗിൽ കയറ്റിയാണ്. അതാണ് അഭിജനൊക്കെ ഇവിടെ ഷോക്കായി നിൽക്കുകയാണ് കേസ്, എന്താണെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് ഇതേ അനുഗ്രഹം കിട്ടി. നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ പോവാണ്. ബെർലിൻ ബ്രോ എന്തെങ്കിലും പറയാനുണ്ടോ എന്നെ കുറിച്ച്? രണ്ടു വാക്ക് ഇല്ല, അതുപോലും പറയാം, സന്തോഷം മാത്രം. അപ്പൊ ഗൈസ്, അപ്പൊ നമുക്ക് നേരെ നമ്മൾ ഇവിടുന്ന് നേരെ തിരക്കിയാണ് ഗൈസ്. അനുഗ്രഹം കിട്ടുന്നു, അനുഗ്രഹിച്ചു ഇവിടെ എല്ലാവരെയും. അങ്ങനെ നമ്മൾ അനുഗ്രഹമൊക്കെ കിട്ടി പോവാണ് ഗൈസ്. നേരെ നമ്മൾ കണ്ണൂർക്ക്. നമ്മൾ തൃശ്ശൂർ എത്തുന്നുള്ളൂ നമ്മുടെ വീടിന്റെ അവിടെ നിന്ന്. അഭിചേട്ടനാണെങ്കിൽ പുള്ളി മറ്റേ തലയിലൊക്കെ തൊട്ട് വലിയ അനുഗ്രഹം കിട്ടി അഭിചേട്ടനൊക്കെ മറ്റേ സീനാവും തോന്നുന്നുണ്ട്. ഭയങ്കര സീനാവും. അങ്ങനെ ഞാൻ വണ്ടി ഓടിക്കാൻ വേണ്ടി കയറി ഗൈസ്. അഭിചേട്ടൻ ഇത്രയും ടൈം നമ്മുടെ അഭിചേട്ടനായിരുന്നു വണ്ടി ഓടിച്ചോണ്ടിരുന്നത്. ഇപ്പൊ കുറെ ലേറ്റ് ആയിട്ടോ. അതെ, അഭിചേട്ടൻ നമുക്ക് വേണ്ടി പെപ്സി ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. ഗൈസ്, നമ്മൾ കോഴിക്കോട് നിന്ന് നല്ല ഫിഷ് അൽഫാം വാങ്ങിച്ചിരിക്കുകയാണ്. ഫിഷ് കിട്ടിയാൽ നമുക്ക് ആവോലി കേട്ടോ. അപ്പൂന്റെ ഒക്കെ നോട്ടം കണ്ടില്ല അൽഫാം കണ്ടിട്ട്. അങ്ങനെ അഭിചേട്ടൻ ഇങ്ങനെ മൈനേസ് ഒക്കെ ഒഴിച്ച്. അമ്പട്ടൻ നമ്മുടെ ബിരിയാണി ആട്ടോ പറഞ്ഞേ. നമ്മൾ പാലം കയറാൻ ഫുഡ് അടിച്ചു. പിന്നെ ആവൂലിയുടെ ഒന്നും പറയില്ല, സൂപ്പർ ആവൂലി അൽഫാം നമ്മൾ അടിച്ച് കിടിലം പരിപാടിയാണ്. ഇപ്പൊ കളർപ്പാലം കയറാൻ അത് നമ്മൾ എന്തായാലും പിടിക്കും. എന്റെ പൊന്നെ സിഗ്നൽ ആയിരുന്നു അവിടെ. നമ്മളത് പക്ഷെ അങ്ങനെ നമ്മൾ ആ കളർപ്പാലം കയറുകയാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഈ പാലത്തിൽ കൂടെ പോകുമ്പോൾ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ PUBG ഒക്കെ കളിച്ചിട്ടുള്ളവർക്ക് അറിയാം, നമ്മുടെ മിലിറ്ററി ബേസിൽ നിന്ന് നേരെ മിലിറ്ററിലോട്ട് പോകുന്ന അതേ ആ ഒരു മൂഡാണ് കേട്ടോ അവിടെ കിട്ടിയത്. ഞാനും അപ്പൊ പറയുകയും ചെയ്തു. നമ്മളിതേ കുടിയേറ്റക്കാരുടെ നാടായ കുടിയാൻമലയിൽ എത്തിയിരിക്കുകയാണ്. കില്ലർ സ്പോട്ടാട്ടോ. നമ്മളിത് ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മള് ഏഴരക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മൾ ഇതുവരെ ഇവിടുത്തെ നമ്മൾ പൈതൽമല എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെങ്കിലും ഏഴരക്കുണ്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. നമ്മുടെ സ്വന്തം ജീപ്പായ നിരപ്പക്കാരുടെ നമ്മുടെ ജീപ്പ് എടുത്തിരിക്കുകയാണ്. അഭിചേട്ടൻ വണ്ടി എടുത്ത് നമുക്ക് പോയേക്കാം. ഇതേ നമ്മുടെ അഭിചേട്ടൻ വണ്ടി ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണപ്പോ നമ്മൾ പറഞ്ഞ ഈ കുടിയാൻമല സിറ്റി. നേരെ നമുക്ക് കയറാം. ഓ, കലക്കാൻ പോവാന്ന് തോന്നുന്നു. അഭിചേട്ടൻ ആവേശം കൂടുന്നുണ്ടേ. ഞാൻ കയറില്ല. ആ പോട്ടെ, അടിച്ച് കയറിപ്പോട്ടെ. ഇതാണ് ടൗൺ, കുടിയാൻമല ടൗൺ. ഇവിടെ നമ്മളിത് ആ കാണുന്ന മലയാണ് നമ്മൾ കയറാൻ പോകുന്നത് ഗൈസ്. വലിയൊരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. സീനാണ് കേട്ടോ. ഓ, അഭിചേട്ടന്റെ ഡ്രൈവിംഗ് ഒന്നും പറയാതിരിക്കുകയെന്നാണ് ഭയങ്കര സൂപ്പറാണ്. അഭിചേട്ടന്റെ സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കാത്തൊരു സംഭവമാണ്. ദുബായിൽ നിന്ന് വന്നിട്ട് അത് ഈ നാട്ടിലെ റോഡ് പറഞ്ഞിട്ടില്ല. അതാണ് അതിനകത്ത് ഒരു മെയിൻ ഹൈലൈറ്റ് കേട്ടോ. ഇതുകൊണ്ട് ഇങ്ങനത്തെ റോഡാണ്, ഫുൾ കാടാണ്, മരങ്ങളാണ്, വെരി ബ്യൂട്ടിഫുൾ. ഗൈസ്, നമ്മളിത് ഒരു തോട് കടന്നാണ് ഗൈസ് പോകുന്നത്. ഓ, ഏഴരക്കൊണ്ട് എളുപ്പമല്ല കേട്ടോ ഗൈസ്. അഭിചേട്ടാ റെഡി അല്ലേ? എന്റെ അമ്മേ, വണ്ടി കുടുങ്ങിയത് പോലെ തോന്നുന്നുണ്ട്. ഓ, എന്റെ അമ്മേ, ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് തന്നെയാണ് ഗൈസ് ഇവിടെ വരുമ്പോൾ. ഇതാണ് കേട്ടോ നമ്മൾ ശരിക്കും ഇപ്പൊ ആ കടന്ന തോടില്ലേ നിങ്ങൾ കണ്ടത്. ഈ സാധനമാണ് നമ്മൾ കടന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീപ്പൊന്നും ഇല്ലാതെ ആ മേളിലോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഇതിന് മെയിൻ എൻട്രി കൂടെ നമുക്ക് വരാം കേട്ടോ.
നമ്മൾ പെട്ടു ഗൈസ്, പെട്ടു. കല്ലം മഴ എന്നൊക്കെ പറഞ്ഞ എന്ത് ചെയ്യാനാണ്, ഒന്നും ചെയ്യാനില്ല ഗൈസ്. ദേ അഭിചേരനൊക്കെ നടക്കുന്നുണ്ടല്ലേ, കൊടയും പിടിച്ച് എന്ത് ചെയ്യണമെന്നറിയില്ല. ദേ ഗൈസ് കോളയൊക്കെ ദേ കുടിച്ചിരിക്കുകയാണ് ഇവിടെ, ഒന്നും ചെയ്യാനില്ല ഗൈസ്. ഇത് കണ്ടില്ലേ, നമ്മള് ഇവിടുന്ന് ആകെ 50 മീറ്ററേ ഉള്ളൂ നമുക്ക് ഏഴരക്കുണ്ടിലോട്ട് എത്താൻ കേട്ടോ. അപ്പൊ തോടൊക്കെ കടന്ന് വന്നതാണ്, പക്ഷെ അവിടെ ഞങ്ങൾ പെട്ടുപോയി. അതെ, അല്ല എന്നാലും കുഴപ്പമില്ല, നമ്മളപ്പോ വെയിറ്റ് ചെയ്യാണ് എന്തായാലും. ഏഴരക്കുണ്ട് അഭി പറഞ്ഞത് അത്രയും സൂപ്പർ സ്ഥലമാണ്. അപ്പൊ ഇതെന്ത് ഫാഷനാണ് ഇത് വള്ളി കാണിച്ചിട്ട്? ടൊമിനോ ഫാഷനിലാണ് അഭി ഉള്ളത്. ഞാനും അഭിചേട്ടനും അങ്ങനെ നേരെ ഇങ്ങോട്ട് നടന്നു. അഭിചേട്ടൻ ആ കൊടയൊക്കെ പിടിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ നേരെ പറഞ്ഞു എന്നാ നമുക്ക് പോയി കണ്ടിട്ട്. മഴ കുറയുന്ന ലക്ഷണം കാണുന്നില്ല ഗൈസ്. ഇവിടെ നമ്മുടെ സെക്യൂരിറ്റി വരുന്നുണ്ട്. നമ്മുടെ ഇവിടെ സെക്യൂരിറ്റി ഇല്ലാത്ത കാരണം നമ്മൾ നേരെ ഈ ഡോറ് തുറന്ന് കയറി വന്നേ. അഭിചേട്ടാ ഹായ്, നമ്മുടെ ഇവിടുത്തെ ചേട്ടനാണ്. ചേട്ടാ അതെ അവിടെ ടിക്കറ്റ് ആ ചെക്കൻ പൈസ അങ്ങനെ അതെ ടിക്കറ്റ് എടുത്തു കേട്ടോ. ടിക്കറ്റ് എത്ര വരുന്നേ? ടിക്കറ്റ് എത്രയാട്ടോ വരുന്നേ? നമുക്ക് ഒരാൾക്ക് 100 രൂപയാട്ടോ വരുന്നേ. എന്തായാലും ഈ ഭാഗത്തുള്ളവരൊക്കെ ആണെങ്കിലും എന്തായാലും വന്നോളൂ. നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. മഴയുള്ള സമയത്ത് വരാതിരിക്കായിരിക്കും ബെറ്റർ അല്ലേ ബി? ഓക്കെ. അപ്പൊ നമുക്ക് നേരെ ഇങ്ങനെ നടക്കാം. അതെ ഇങ്ങനെ നമ്മുടെ ജീപ്പ് ഇത്രയും വന്നോണ്ടാട്ടോ, ഇല്ലേ കുറച്ചധികം നടക്കാനുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. താഴേന്ന് കുറെ നടക്കാനില്ലേ? അപ്പൊ ഇതാണ് ഗൈസ് നമ്മൾ ഈ പറഞ്ഞ ഏഴരക്കുണ്ട് എന്ന് പറയുന്നത്. നോക്ക് അവിടെ നിന്ന് ഒരു 7 കുണ്ടാണ് ശരിക്കും ഉള്ളത്. അപ്പൊ ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ അഭിചേട്ടൻ പറഞ്ഞ 7 പേര് മരിച്ചത്. നമുക്ക് ഇവിടുത്തെ വാച്ച്മാന്റെ അഭിപ്രായം കേൾക്കാം. നമ്മുടെ വാച്ച്മാൻ ഇവിടുത്തെ എല്ലാം മേൽ നോക്കുന്ന ആളാട്ടോ. ഇവിടെ 3 പേര് മരിച്ചിട്ടുണ്ടെന്നൊക്കെ അഭി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താ ഇവിടത്തെ കുറിച്ച് പറയാനുള്ളത്? ഏഴരക്കുണ്ടെന്നാണ് പേര്. ഇതുപോലെ 7 കുഴികളാണ്. 7 കുഴി ഒരൊറ്റ പാറയിലാണ്. ഈ കാണുന്ന കുഴി 15 അടി ആഴമുണ്ട്. 15 അടി ആഴമുണ്ട്. ഓ ഭയങ്കര സംഭവം, അടിപൊളിയാട്ടോ. 10 അടി ആഴമുണ്ട്. 10 അടി ഉണ്ട്. മഴ കുറയുമ്പോൾ നമ്മളിവിടെ ആണുങ്ങളെ ഇറക്കും, പെണ്ണുങ്ങളെ കുട്ടികളെ ഇറക്കില്ല. പെണ്ണുങ്ങളെ കുട്ടികളെ താഴെ ഇറക്കും. താഴെ നമുക്ക് ഇറങ്ങാൻ വേറെ സംവിധാനമുണ്ട്. ജാക്കറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ആകെ നമുക്ക് 100 രൂപ ടിക്കറ്റ് പോലും വരുന്നുള്ളൂ. അപ്പൊ എന്തായാലും ഗൈസ് ഈ ഭാഗത്തോട്ട് വരുമ്പോ എന്തായാലും വായോ. ഞാനും അഭിചേട്ടനും മഴ ആയതുകൊണ്ടാണ് നമ്മുടെ ബാക്കി പിള്ളേരെ വിളിക്കാറ്. അങ്ങനെ നമ്മൾ നടന്ന് ഇവിടെ എത്തിയപ്പോഴത്തേന് അപ്പുവൊക്കെ തലയിൽ അമ്പട്ടറൊക്കെ എന്താണ് ഇത്? ഞങ്ങൾ ഓത്തന്റിക്കിന്റെ ആൾക്കാരാണ്. ഓത്തന്റിക് ആയിട്ട് ഇവരൊക്കെ ഓണായിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ പോകുന്നില്ല, നമുക്ക് നേരെ പോയേക്കാം. നമുക്ക് നേരെ ഇവിടെ പൈതൽമല വേണമെന്ന് കേറിട്ട് പോകാം അല്ലേ? അങ്ങനെ നമ്മൾ ഇതിന്റെ എൻട്രിയുടെ ആ ഭാഗത്തോട്ട് പോകുമ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഈ വ്ളോഗ് നമ്മൾ ഇവിടെ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യാൻ മറക്കരുത്. നമ്മളെന്തായാലും ഗൈസ് ഈ കുടിയേറ്റക്കാരുടെ നാട്ടിൽ നിന്ന് നമ്മളിത് വീട്ടിലേക്ക് തിരിച്ചു പോകണം. നമുക്ക് 9:30 നമുക്ക് ട്രെയിൻ ഉള്ളത്. നമ്മൾ ചുമ്മാ അഭിചേട്ടൻ അല്ല പിന്നെ ദുബായിൽ നിന്ന് വന്ന മാത്രമാണ് ചേട്ടൻ്റെ കൂടെ കയറി ഇങ്ങ് വന്നേ. അമ്പട്ടൻ ഫ്രം ബാംഗ്ലൂർ. ഓക്കെ. അപ്പൊ ഗൈസ് ഞാൻ പറഞ്ഞ മറക്കണ്ട, ബെൽബട്ടൺ തല്ലി പിടിക്കുക. ചങ്കാണ്. ഓക്കെ, ചങ്കാണ് എല്ലാം. ബൈ ഗൈസ്.